മുൻ നക്സലൈറ്റ് നേതാവ് വെള്ളത്തൂവൽ സ്റ്റീഫൻ അന്തരിച്ചു. കോതമംഗലം വടാട്ടുപാറയിലെ വീട്ടിലായിരുന്നു അന്ത്യം. 1968 തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ പ്രതിയായിരുന്നു. ജയിൽവാസത്തിന് ശേഷം സായുധ വിപ്ലവം ഉപേക്ഷിച്ച് സുവിശേഷകനായി. നിതിൻ സേവ്യർ ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി. നിതിൻ, സായുധ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ, പ്രമാദമായ തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലെ പ്രതിയൊക്കെയായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടത്? ഒപ്പം എപ്പോഴായിരുന്നു അന്ത്യം? എന്തായിരുന്നു മരണകാരണം? കേരളത്തിലെ ആദ്യകാല നക്സലൈറ്റ് പ്രസ്ഥാനത്തിന്റെ പ്രധാന നേതാക്കളിൽ ഒരാളും പിന്നീട് സുവിശേഷകനൊക്കെയായി. ഈ സായുധ വിപ്ലവമൊക്കെ വിട്ട് സുവിശേഷ പ്രവർത്തനങ്ങളിലേക്കും ഒപ്പം എഴുത്തിലേക്കുമൊക്കെ എത്തിയ ഒരാളാണ് വെള്ളത്തൂവൽ സ്റ്റീഫൻ. ഈ തുടക്കത്തിൽ വളരെ ചെറുപ്പത്തിൽ വിദ്യാഭ്യാസ സമയത്ത് തന്നെ CPIയുടെ പ്രവർത്തനങ്ങളിൽ ആകർഷകനായി CPIയിലൊക്കെ പ്രവർത്തിക്കുകയും പിന്നീട് ഈ പാർട്ടി പിളർന്നപ്പോഴാണ് ഇത്തരത്തിൽ തീവ്ര പക്ഷത്തിന്റെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ നക്സലൈറ്റ് പക്ഷത്തിന്റെ ഭാഗത്തേക്കൊക്കെ പോകുന്നത്. പിന്നീട് അതിന് നേതൃത്വം നൽകുകയും ചെയ്തു. വളരെ ദീർഘകാലം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. 11 വർഷത്തോളം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. 1968 തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസ് ഉൾപ്പെടെ നിരവധി കേസുകൾ, 18ഓളം കേസുകളാണ് വെള്ളത്തൂവൽ സ്റ്റീഫനെതിരെ ഉണ്ടായിരുന്നത്. പിന്നീട് ഈ ജയിൽവാസം അനുഭവിച്ച സമയത്താണ് ഇത്തരത്തിൽ വെള്ളത്തൂവൽ സ്റ്റീഫൻ ഈ നക്സലൈറ്റ് പാത അല്ലെങ്കിൽ സായുധ വിപ്ലവ പാത വിട്ടുകൊണ്ട് ആ പാത ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിനോട് വിട പറയാൻ തീരുമാനിച്ചത്. പിന്നീട് അദ്ദേഹം ഇടുക്കിയിൽ ജോലി ചെയ്ത് തയ്യൽ ജോലി അടക്കമുള്ള ജോലികൾ ചെയ്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. പിന്നീട് എഴുത്തിലേക്കും സുവിശേഷ പ്രചാരണത്തിലേക്കും പിന്നീട് എഴുത്തിലേക്കും പോയി. അദ്ദേഹത്തിന്റെ ആത്മകഥ DC ബുക്ക് പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ ആത്മകഥ വളരെയേറെ സ്വീകാര്യത നേടിയിട്ടുണ്ട്. ഒരുപാട് വിറ്റുപോയ ഒരു പുസ്തകങ്ങളൊന്നാണ്. ഏതായാലും അദ്ദേഹത്തിന്റെ വസതി കോതമംഗലത്തെ വടാട്ടുപാറയിലുള്ള വീട്ടിൽ ഈ വിശ്രമ ജീവിതം നയിക്കവേ അസുഖബാധിതനായി കഴിയുകയാണ്. ഇത്തരത്തിൽ അല്പസമയം മുൻപ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതം ഒരു അസാധാരണകരമായ ജീവിതം നയിച്ച ഒരു വ്യക്തിയാണ്. നക്സലൈറ്റ് പ്രസ്ഥാനത്തിന് ചുക്കാൻ പിടിച്ച ഒരു വ്യക്തി പിന്നീട് ദൈവ വഴിയിലേക്ക് മാറുന്നു. അങ്ങനെ ഒരു പിന്നീട് സാധാരണക്കാരനായി ജീവിക്കുന്ന ഒരു സാഹചര്യം, അങ്ങനെയൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം, അല്ലേ? തീർച്ചയായും. അതായത് ഈ നക്സലൈറ്റ് പ്രസ്ഥാനത്തിന് കേരളത്തിൽ വളരെയേറെ ഒരു പുതിയ ദിശാബോധം നൽകി അല്ലെങ്കിൽ വളരെ നേതൃത്വം നൽകിയ ഒരാളായിരുന്നു അദ്ദേഹം. നിരവധി പ്രവർത്തനങ്ങൾ നക്സൽ പ്രത്യേകിച്ച് മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള നക്സൽ പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രവർത്തനങ്ങളെല്ലാം തന്നെ നേതൃത്വം നൽകിയിരുന്ന അദ്ദേഹമായിരുന്നു. പിന്നീട് ഈ 18 കേസുകൾ, അതിൽ ഈ സ്ഫോടക വസ്തു കൈകാര്യം ചെയ്യുന്നതിനിടെ 1970 അദ്ദേഹം സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് ദീർഘമായി 11 വർഷത്തോളം അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചു. ഈ ജയിൽവാസ സമയത്താണ് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എങ്ങനെയാണ് ഈ ജയിൽവാസം തന്നെ സ്വാധീനിച്ചത്, പുസ്തകങ്ങളൊക്കെ വായിച്ച് എങ്ങനെയാണ് താൻ ഈ സായുധ വിപ്ലവ പാത ഉപേക്ഷിക്കാൻ തയ്യാറായതെന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. ഏതായാലും അതിനുശേഷം ഇങ്ങനെ സുവിശേഷ വേല ഒപ്പം എഴുത്തും നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിന്റെ ആത്മകഥ അത് വളരെയേറെ സ്വീകാര്യത നേടുകയും ചെയ്തിട്ടുണ്ട്.